ജെബിയെ പറ്റി വല്ല വിവരമുണ്ടോ? ഇല്ല. എന്നാൽ നിങ്ങൾ ജീപ്പിലോട്ട് കയറണം. ജെബിയെ കിട്ടുന്നവരെ നിങ്ങളെ ജയിലിൽ വെക്കാൻ പോവുക. അയ്യോ എന്റെ കുഞ്ഞുങ്ങൾ, അയ്യോ എന്റെ കുഞ്ഞുങ്ങൾ, ഞാൻ അവർക്ക് ലേശം കഞ്ഞി കൊടുക്കട്ടെ. എന്നെ വിടൂ, എന്നെ വിടൂ. അയ്യോ എന്റെ ദൈവമേ. നടക്ക് നടക്ക്. അന്യായമായി സ്വാതന്ത്ര്യ ഭരണന്മാരെ തടവിലിടുന്ന, സ്ത്രീകളെപ്പോലും ലാക്കപ്പിലിടുന്ന നിങ്ങളുടെ നിയമം ഞങ്ങൾക്ക് പുല്ലാണ്. മക്കളെ, കൊച്ചുമ്മയുണ്ട്, കരണ്ട. ഇല്ല ഇല്ല ഇല്ല, ഈ കുട്ടികൾ എന്റേതാണ്. അവർക്കിനി ഞാൻ മാത്രമേ ഉള്ളൂ. പിള്ളേരെ വിട്ടേച്ച് ഇവിടെ വരാൻ. ഇല്ല ഇല്ല, നിന്നെ കൊല്ലു ഞങ്ങള്. ഈ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് ആടിനെ വെട്ടുന്നത് പോലെ വാപ്പന്നെ വെട്ടിക്കൊല്ല്. ഇല്ല, നിന്നെ കൊണ്ടുപോകുമാര് ഇവിടെ വാടി. ഇല്ല ചേട്ടാ, എനിക്ക് പേടിയാവുന്നു ചേട്ടാ. അച്ഛനും അമ്മയും പോയി, കൊച്ചുമയും വരത്തില്ല. നമുക്ക് പോ. എവിടെയാ ചേട്ടാ? പോ. നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് പോകണോ? നില്ല ചേട്ടാ. ശാരദ അവളുടെ മനസാക്ഷിക്കൊത്ത് പ്രവർത്തിച്ചതിൽ എന്താണ് തെറ്റ്? ഈ മനസാക്ഷിക്കൊത്തുള്ള പ്രവൃത്തി എന്ന് വെച്ചാൽ മനസ്സിൽ തോന്നുന്നത് എന്ത് പ്രവർത്തിക്കലാണോ മാലതി? ശാരദ അങ്ങനല്ല ചെയ്തത്. എങ്കിൽ അവൾ സ്വന്തം കുഞ്ഞിനെ നശിപ്പിച്ചത്? അത് സമുദായത്തോടുള്ള വെല്ലുവിളി അല്ല, സ്ത്രീത്വത്തോടുള്ള വെല്ലുവിളി. തർക്കിക്കാൻ തുടങ്ങിയാൽ പിന്നെ അച്ഛൻ ഒരു കാര്യം സമ്മതിക്കില്ല. നമുക്ക് സാറിന്റെ അഭിപ്രായം ചോദിക്കാം. സാറേ സാറേ, അയാൾ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുകയല്ലേ മാലതി? ഉടനെ പൊയ്ക്കൊള്ളട്ടെ. പ്രൊഫസറെ, സാറേ സാറിന്റെ അഭിപ്രായം പറയണം. ശാരദയുടെ ഹൃദയം പളുങ്ക് പോലെ പരിശുദ്ധമല്ലേ? അതെ അതെ, പളുങ്ക് പോലെ വിലയില്ലാത്തതും കൂടിയാണ്. ഏത് ശാരദ? സാറ് കൊണ്ടുവന്ന നോവലല്ലേ പളുങ്ക്, അതിലെ നായിക. ഇനി സാർ ഇവിടെ ഇരുന്ന് ഇവളുടെ കൂടെ കുറെ തർക്കിച്ചിട്ട്
അച്ഛൻ മജിസ്ട്രേറ്റ് ആയിട്ടിരുന്ന ആളല്ലേ, വിധി പറഞ്ഞിട്ടുള്ളതല്ലാതെ കേട്ടിട്ടില്ല. അതുകൊണ്ടാണ് പ്രൊഫസർ അഭിപ്രായം പറയുന്നതിന് മുൻപേ പോകുന്നത്. സാർ ഇരിക്കൂ. എന്നെ ഇത്രയേറെ ആകർഷിച്ചിട്ടുള്ള മറ്റൊരു പുസ്തകമില്ല സാർ. നോവലിസ്റ്റിന് ശരിക്കുള്ള പേരറിയാൻ എനിക്ക് എന്ത് ആശയമുണ്ടെന്ന്. ഏതായാലും ആരാണ് ഈ സോമൻ നമുക്ക് ഉടനെ അറിയാം. എങ്ങനെ? അയ്യോ, സാർ അറിഞ്ഞില്ലേ? പണിക്ക് 5000 രൂപ അവാർഡ് കിട്ടിയിരിക്കുന്നു. ഈ പത്രത്തിലുണ്ട്. സുപ്രസിദ്ധ മലയാള നോവലായ പലങ്കിന് അവാർഡ്. പ്രൊഫസറിന് എന്താ ഇന്ന് പതിവില്ലാത്തൊരു സന്തോഷം? ഒരു മലയാള നോവലിന് ഇത്ര വലിയൊരു പദവി ലഭിക്കുമ്പോൾ. ശരിയാണ്. സാർ വരണം. അച്ഛൻ പറയുന്നത് ഞാനൊരു പുസ്തക പുഴുവാണെന്നാണ്. അച്ഛൻ പറയുന്നതും ശരിയാണ്. എന്തോന്ന്? പുസ്തക ലോകത്തിലും സ്വപ്ന ലോകത്തിലും മാത്രം ജീവിക്കാൻ പാടില്ല. ഞാനൊരു സ്വപ്നജീവിയാണ്. അത് അപകടമാണ്. കാരണം നമ്മൾ മണ്ണിലാണ് ജീവിക്കുന്നത്. മണ്ണിലെ സ്വർഗത്തിൽ ജീവിക്കാനാണ് എനിക്കിഷ്ടം. ഒരു പുതിയ സ്വർഗം പണിയേണ്ടിയിരിക്കുന്നു. നമുക്ക് ശ്രമിക്കാം. എനിക്കെതിരില്ല. അതെ, ഈ വീണ ഒന്ന് വായിക്കൂ. സാർ പാടുമോ? ഈ പത്രവാർത്ത കണ്ടതുകൊണ്ട് ഇന്നെനിക്ക് ആനന്ദമാണ്. അതുകൊണ്ട് ഞാൻ പാടും. പക്ഷെ മാലതി ഇവിടെ ഇരുന്ന് കേട്ടാ മതി. മാലതി, എന്താ സാർ? ഇതാ ഏതോ ഒരു കുട്ടി വന്ന് നിൽക്കുന്നു. വിശന്നിട്ട് വന്നതായിരിക്കും. വിളിച്ച് ഭക്ഷണം വല്ലതും കൊടുത്തു വിടൂ. ശരി, നീ ഇങ്ങോട്ട് വാ. വാ, പേടിക്കണ്ട. പേടിക്കണ്ട, വാ. നീ ഏതാ കുഞ്ഞെ? ദൂരെയാ. ഇവിടെ എന്തിനാ വന്നത്? എന്റെ ചേട്ടന് വിശക്കുന്നു. നിന്റെ ചേട്ടന് വിശക്കുന്നോ? അവളുടെ ചേട്ടന് വിശക്കുന്നുവെന്ന്. നിന്റെ ചേട്ടനെവിടെ? റോഡില് നിൽക്കുന്നു. എന്താ ഇങ്ങോട്ട് വരാത്തെ? ചേട്ടൻ വരില്ല. അതെന്താ? ചേട്ടന് നാണമാ. നല്ല നിലയിൽ പറഞ്ഞ കുട്ടിയാണെന്ന് തോന്നുന്നു. അതിനായിട്ട് വിഷമിപ്പിക്കാൻ വേഗം പറഞ്ഞു വിടൂ. നിന്റെ കയ്യിലെന്തായിരിക്കുന്നേ? എന്റെ അച്ഛന്റെ പടം. കൊണ്ടുവാ, കാണട്ടെ. അത് വേണ്ടെന്ന് അത് പറഞ്ഞു വിടൂ. പോട്ടെ, അത് പോട്ടെ. എന്താ സാറേ, അവളുടെ അച്ഛന്റെ ഫോട്ടോ ഞാനൊന്ന് കാണട്ടെ. സാറിന് അവളുടെ അച്ഛന്റെ ഫോട്ടോ കാണുന്നു. ഇതാ. സാറെന്താ വല്ലാതെ നിൽക്കുന്നു? കൊച്ചുകുട്ടികൾ അലിഞ്ഞിറക്കുന്നത് കാണാൻ എനിക്ക് വലിയ വിഷമമാണ്. നിന്റെ അച്ഛനും അമ്മയും എവിടെ? കൂടുതൽ പറഞ്ഞ് അതിനെ വിഷമിപ്പിക്കണ്ട. പറഞ്ഞു വിടൂ. അച്ഛനും അമ്മയും ചത്തുപോയോ? കരയണ്ട, ചേട്ടനെ വരാൻ പറയും. 2 പേർക്ക് ഞാൻ ചോറ് തരാം. കരയണ്ട. മാലതിക്കത് മനസ്സിലാവില്ല. ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ ഞാൻ എന്തൊക്കെയോ ഓർത്തുപോയി. എനിക്കിന്ന് എന്തെങ്കിലും പറ്റിയാൽ വയസ്സായ എന്റെ അമ്മയും അച്ഛനും കൂടി തള്ളയില്ലാത്ത ഒരു കുഞ്ഞിനെയും ചുമന്നുകൊണ്ട് ഉരിയ കഞ്ഞിവെള്ളത്തിന് നാടൊട്ടുക്കും നടന്നിട്ടുണ്ട്. സാറിന് വേറെ എത്ര ട്യൂഷനുണ്ട്? 3-4 വീട്ടിലെന്താ അയക്കാൻ കാണും? 10-50 രൂപ അയക്കാം. സാറ് കുറച്ചു നേരം
സ്വസ്ഥമായിട്ടിരിക്കണം. ഗോപാല,